ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ എനർജി സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജി. ഓക്കെ, ഒരു ആങ്സൈറ്റി ഒരു സ്റ്റേറ്റിലാണ് ഈ വ്യക്തി ഇപ്പോൾ. അതായത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ആശങ്കകളാണുള്ളത്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചായിരിക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർ ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ല. അതായത് അവരുടെ ഇപ്പം നമ്മൾ പറയില്ലേ, അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും അങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ പെരുമാറണമെന്ന് ഒരിക്കലും അവർ മനസ്സുകൊണ്ട് ചിന്തിച്ചില്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളോട് തെറ്റുകൾ ചെയ്തു പോയി. അതിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ അവർക്ക് നഷ്ടമായിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഇനി നിങ്ങൾ മാപ്പ് കൊടുക്കില്ലേ? നിങ്ങൾ അവരുടെ ലൈഫിൽ തിരിച്ചു വരികയില്ലേ? നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ? ഇങ്ങനെയുള്ള വ്യാകുലതകളാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വലി ചേഞ്ച് ആയിക്കൊണ്ട് നിങ്ങളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണുള്ളത്. അവരിപ്പോൾ മറ്റ് ചില പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളിലാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. അത് ചിലപ്പോൾ ചില പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം. കൂടുതൽ പേർക്കും അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രബിൾ ആണെന്നാണ് കാണുന്നത്. ചില സമയത്ത് ഈ വ്യക്തിക്ക് മനസ്സിൻ്റെ ആ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ചേഞ്ചസ് അവർ തന്നെ സ്വയം വരുത്തിയിട്ടുണ്ട്. അവർ അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലേക്ക് വരുന്നുണ്ട്. അതായത് ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചില വ്യക്തികളെ എതിർക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമായിരുന്നു ഈ വ്യക്തിക്കെങ്കിൽ ഇപ്പോൾ അവർ അതിനോടെല്ലാം ഒപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമങ്ങളിലാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചില സീക്രട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബ്ലോക്കേജസിനെ കുറിച്ചായിരിക്കാം നിങ്ങളെ അറിയിക്കണമെന്ന് അവരത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ കുറേയധികം ഇൻസെക്യൂരിറ്റീസ് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല, അവർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചിലപ്പോൾ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ടാവാം, വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അതിനെല്ലാം തടസ്സങ്ങളാണ് അവരുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളത്. അവരുടെ സിറ്റുവേഷൻസ് വളരെയധികം വേസ്റ്റായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അവർ അന്വേഷിക്കുന്നുണ്ട്. നോ കോൺടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ചേഞ്ച് ആകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അതുപോലെ തന്നെ അവർ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും മറ്റൊരാളെയും അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ചക്രയാണ്. ഈ വ്യക്തിക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരു പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് പലപ്പോഴും നിശ്ചയം ഉണ്ടാകുന്നില്ല. ആൻഡ് ചിലപ്പോൾ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം സെപ്പറേഷനിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരതിനെയൊന്നും ബോധർ ചെയ്യുന്നില്ല. അവരതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലവ് എനർജി വൈബ്രേഷനിലൂടെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ആൻഡ് അവർക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് ഫീൽ ചെയ്യാണ്. അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ വന്നപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പ് പലർക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഭയങ്കരമായിട്ടുള്ള വാർണിംഗ് സൈൻസ് ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് എന്തും നഷ്ടപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ സ്വന്തമാക്കിയിട്ടുള്ള പലതും അവർക്ക് നഷ്ടപ്പെടാം. അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികളെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരാം. ഇതൊക്കെ അവർ തിരിച്ചും മറിച്ചും ചിന്തിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് അവരുടെ ലൈഫിൽ. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അവർ അത്രയും ഡീപ്പായിട്ടും സിൻസിയറായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ആ ലവബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ അവർ റിപ്പീറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഷെയർ ചെയ്തിരുന്ന ഒരുപാട് മൊമെൻറ്റ്സും അവരുടെ ലൈഫിൽ റിപ്പീറ്റ് ആയിട്ട് അവർ ഓർത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.